ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ്ങിന്റെ 26ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു പഫ് സ്ലീവാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു ഫ്രോക്ക് നൈറ്റി പഠിക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഫ്രോക്ക് നൈറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നൈറ്റി കട്ട് മോഡലാണ് അന്ന് ചെയ്തത്. ഇത് ഒരു ഫ്രോക്ക് കട്ട് മോഡലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം യോക്ക് എടുത്തിട്ട് ഫ്രോക്ക് കട്ടായിട്ടുള്ള നൈറ്റി ഫ്രോക്കാണ് ചെയ്യുന്നത്. കോട്ടൺ പീസിലാണ്. അപ്പോൾ ഒരു നൈറ്റി മെറ്റീരിയലാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളിതൊരു നൈറ്റി മെറ്റീരിയൽ എടുത്തിരിക്കുന്നതിൽ ആദ്യം നമ്മൾ താഴത്തെ ഭാഗത്ത് നിന്ന് ഫ്രില്ല് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തും. അതിന് നമ്മൾ ആദ്യം അതിന് ചെയ്തത് നമ്മൾ 8 ഇഞ്ചായിരുന്നു എടുത്തത്. ഇതിന് ഞാൻ 8 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് എടുത്തു, മാർക്ക് ചെയ്തു. ഇനി അത് പോരല്ലോ, ഫ്രണ്ടിലും ബാക്കിലും വേണമല്ലോ. വീണ്ടും നമ്മൾ 8 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തേ. അപ്പോൾ 8 8 16 ഇഞ്ച് നമ്മൾ ഫ്രില്ലിന് മാത്രമായിട്ട് നമ്മൾ താഴത്തെ ഭാഗത്ത് ഫ്രില്ല് തയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ എടുത്തു. യോക്ക് വെച്ചുള്ളതാണ്. നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം, ഫ്രില്ല് തയ്ക്കാൻ വേണ്ടി താഴത്തെ ഭാഗം. അപ്പം നിങ്ങൾക്ക് ലെങ്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ലെങ്ത് എടുക്കണേ. ഞാനിപ്പോൾ 8 ഇഞ്ച് ലെങ്ത് മാത്രമേ ഫ്രില്ലിനായിട്ട് എടുക്കുന്നുള്ളൂ. ഇത് നമ്മൾ കട്ട് ചെയ്ത് ആദ്യമേ അങ്ങ് മാറ്റി വെച്ചു. ഈ പീസ് നമ്മൾ മാറ്റി വെച്ചു. ഫുൾ ലെങ്തിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ ബാലൻസ് നൈറ്റി പീസായത്. ഇതിനെ നമ്മൾ മറ്റേതിന് ചെയ്തതുപോലെ തന്നെയാണ്. പക്ഷെ ഇതൊരു ഫ്രോക്ക് മോഡലായിട്ട് യോക്ക് വന്നിട്ട് വരുന്നതെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ആദ്യം യോക്ക് പീസിന് വേണ്ടിയിട്ട് 14 ഇഞ്ച് 14 ഇഞ്ച് നമുക്ക് വേണം യോക്ക് പീസിനായിട്ട്. അതാണ്ട് 14 എടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും. അപ്പോൾ 15 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. 14 എടുത്താലും മതി. ഇതിന് ഞാനിപ്പം ഇത് ഇറക്കം കൂടുതലുള്ള ഒരു ഇതിലായതുകൊണ്ട് ഇതിൽ 15 ഞാൻ എടുത്തതാണ്. ഇവിടുന്ന് 14 ഇഞ്ചായാലും മതിയേ. അപ്പം നമ്മളത് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡർ എടുക്കാമേ. ഷോൾഡർ 7 ഇഞ്ച് ഷോൾഡറാണ് ഞാൻ ഇതിന് എടുക്കുന്നത്. 7 ഇഞ്ച് ഷോൾഡർ എടുത്തേ. അത് കഴിഞ്ഞ് 7 ഇഞ്ച് താഴോട്ട് ആം ഹോളും 7 ഇഞ്ച് എടുത്തു. ഇനി നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. 7 ഇഞ്ച് എടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഈ ആം ഹോളിൻ്റെ ചെന്ന് അവസാനിക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ചെസ്റ്റ് അളവ് എടുക്കും. അപ്പം ഞാൻ എടുക്കുന്നത് 10 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് എടുക്കുന്നത്. 10 ഇഞ്ച് ചെസ്റ്റ് അളവ് എടുത്തു. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു. ഇവിടെ മാർക്ക് ചെയ്ത് അത് തന്നെ ഈ യോക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഞാൻ 10 ഇഞ്ച് എടുത്തു. അവിടെ നിന്നൊരു ശകലം കൂടെ കുറച്ച് ഞാനൊരു 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 10 ഇഞ്ചിൽ 9.5 ഇഞ്ച് കുറച്ചുകൂടെ കുറച്ചെടുത്തു. 9.5 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടെ കൈക്കുഴി ഒന്ന് വരച്ചു കൊടുക്കാം. കൈക്കുഴി വരച്ചു. ഇനി ഇതിന് കഴുത്തകലം എടുക്കണം. 2.5 ഇഞ്ച് കഴുത്തകലം അടയാളം ചെയ്തു. 2.5 ഇഞ്ച് കഴുത്തകലം എടുത്തു. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് ഒരു 3.5 ഇഞ്ച് ബാക്ക് കഴുത്ത് എടുത്തേ. 3.5 ഇഞ്ച് ബാക്ക് കഴുത്ത്. ഫ്രണ്ട് കഴുത്ത് ഒരു 6 ഇഞ്ച് എടുത്തേ. ബാക്ക് കഴുത്ത് 3.5 വേണം, 4 വേണമെങ്കിലും എടുക്കാം. ഞാനിതിലിപ്പോൾ 3.5 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് അകലം കൊടുക്കുമ്പം നമ്മൾ താഴെ ഭാഗം ശകലം വൈഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വരച്ചു കൊടുക്കാം. ബോക്സ് പോലെയൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. ബാക്ക് കഴുത്ത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഫ്രണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്താം. എല്ലാത്തിലും റൗണ്ട് അല്ലേ നമ്മൾ ഇതുവരെ ചെയ്ത് പഠിച്ചത്. ഇതിൽ നമുക്ക് ഈ ഒരു കഴുത്ത് കൊടുക്കാം. ഇങ്ങനെ കഴുത്ത് തയ്ച്ച് കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? ഞാനിത് ഫുൾ ലെങ്താണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഞാൻ 8 ഇഞ്ച് വീതം ഫ്രില്ലിനായിട്ട് മാറ്റി 16 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴോട്ട് 15 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തി. 15 വേണമെന്നില്ല, പൊക്കക്കുറവുള്ളവർക്ക് 14 ഇഞ്ചായാലും മതി. യോക്കിൻ്റെ ഭാഗം നമ്മളങ്ങനെ
15 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തിയിട്ട് ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോൾ 7 ഇഞ്ച്, വണ്ണം ചെസ്റ്റ് വണ്ണം ഞാൻ 40 ഇഞ്ചായിരുന്നു. 40നെ ഡിവൈഡ് ചെയ്ത് 10 ഇഞ്ച് എടുത്തു. 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷേപ്പിൻ്റെ ഭാഗം വന്നപ്പോൾ താഴെ ഞാൻ ഇവിടെ 10 ഇഞ്ച് എടുത്തപ്പം ഞാനിവിടെ ഒരു 9 ഇഞ്ച് ഞാൻ എടുത്തുള്ളൂ. 9 ഇഞ്ച് എടുത്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു, വരച്ചിട്ടു. 2.5 ഇഞ്ച് കഴുത്തകലം എടുത്തു. ബാക്ക് കഴുത്തൊരു 3 ഇഞ്ച് എടുത്തു. ഫ്രണ്ട് കഴുത്ത് ഞാനൊരു 6 ഇഞ്ച് ഇറക്കി വരച്ചിട്ടു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പിന്നെ കൈക്കുഴി നമുക്ക് എടുത്തൊന്ന് കട്ട് ചെയ്യണം. ഇപ്പം ഞാൻ അല്ലാതെ ഒന്ന് എടുത്ത് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഫ്രണ്ട് പിന്നെ ഒന്ന് എടുത്ത് കട്ട് ചെയ്യണം. ഈ ബാലൻസ് ഈ വരുന്ന ഭാഗമാണ് നമുക്ക് സ്ലീവ് എടുക്കേണ്ടത്. വേറെ സ്ലീവിൻ്റെ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാവേ. അതിന് മുമ്പേ ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് കഴുത്തും കൂടെ നമുക്കൊന്ന് മാറ്റാം. ബാക്ക് കഴുത്ത് ഒന്നിച്ചിട്ട് വെട്ടാം, എന്നിട്ട് ഫ്രണ്ട് എടുത്ത് വെട്ടാവേ. ഇതാ ബാക്ക് കഴുത്ത് നമ്മൾ ഒന്നിച്ച് ഇതിലിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഇതാ ഇവിടെ വന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്ക് പീസാണ്. നമ്മൾ ബാക്ക് പീസിനെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ കഴുത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇത് ഫ്രണ്ട് കഴുത്തല്ലേ. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതാ ഈ കഴുത്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഞാൻ ഇച്ചിരി കൂടെ ഇറക്കിയതേ ഉള്ളൂ. ഈ വരയിൽ നിന്ന് ഞാൻ ശാലം കൂടെ ഇറക്കിയിട്ടുണ്ട്. ശാലം കൂടെ ഇറക്കത്തിന് വേണ്ടിയിട്ട് ഇതാ ഈ കഴുത്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പം വൈഡായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഒതുങ്ങി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3.5 വേണ്ട, 2 ഇഞ്ച് തന്നെ എടുത്താൽ മതി. ഇവിടെ 2 ഇഞ്ച് കൊടുത്താൽ മതി. ഇത് 40 ഇഞ്ച് വണ്ണമുള്ള ചെസ്റ്റ് വണ്ണം ഉള്ളതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ കൈക്കുഴി മുകളിൽ നിന്ന് താഴോട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് കുഴിച്ച് ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടി കൊടുത്തു. ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് പീസ് കൂടെ എടുക്കണേ. ബാക്ക് പീസ് കൂടെ എടുത്തിട്ട് ഈ ഭാഗമില്ലേ, ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കും. ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് എടുത്ത് ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കും. ഇവിടെ ഇങ്ങനെ വരണം. ഇത് താഴോട്ട് വരരുത്. ഇവിടെ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പ്ലീറ്റ് ഇതിൽ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് ഫുള്ള് ഇതിൽ പ്ലീറ്റ് കൊടുത്തിട്ട് നമ്മളിതിനെ വെച്ച് ഇതിനെങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കും. ഫുള്ള് പ്ലീറ്റ് ഇട്ടതിന് ശേഷം പിന്നെ താഴെയും പ്ലീറ്റ് ഇടും. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഫ്രണ്ടുമായി ബാക്കായി ഇനി സ്ലീവ് കട്ട് ചെയ്യാവേ. ഇതിപ്പോൾ സാധാ സ്ലീവാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് പഫ് സ്ലീവ് അല്ല കേട്ടോ, സാധാ സ്ലീവ് കട്ട് ചെയ്യാം. സാധാ സ്ലീവിൻ്റെ ഇവിടെയാണ് നമുക്ക് 3 ഇഞ്ച് എടുക്കേണ്ടത്. പക്ഷേ 3 ഇഞ്ച് എടുക്കുന്നതിന് അവിടെ കട്ടായിപ്പോയി. ഇതിപ്പം നമുക്ക് 7 ഇഞ്ച് സ്ലീവ് എടുക്കാം. മടക്കി അടിക്കേണ്ട. ഇതുപോലെ കരവശമാണ് മടക്കി അടിക്കണ്ടേ. സ്ലീവ് നമുക്ക് ഇവിടെ കട്ടായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 3 ഇഞ്ച് താഴോട്ട് എടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ കട്ടായിപ്പോയേ. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. ആവശ്യമുള്ളത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകിൽ ഇത് ടേപ്പ് വെച്ച് അളക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വണ്ണം പിടിച്ച് നോക്കണം എത്രത്തോളം ആവശ്യമുണ്ടെന്ന്. ഇതിന് വണ്ണം ഇത്രയും മതി, ഞാൻ ഇത്രയും എടുത്തു. താഴത്തെ വണ്ണം ഇത്രയും വണ്ണത്തിലാണ് ഞാൻ ഇട്ടത്. അപ്പോൾ സ്ലീവ് പ്രത്യേകമായിട്ട് ഞാൻ എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് പോകുന്നത്. മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണേ. അപ്പം ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം മുതൽ അതിൻ്റെ സ്റ്റാർട്ടിങ്. അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ വീഡിയോയുടെ താഴെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. വാട്സപ്പ് ഗ്രൂപ്പാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ.